What's up guys everybody, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മളിന്ന് ഫ്ലിപ്പ് റിലേറ്റഡോ അല്ലെങ്കിൽ എക്സസൈസ് റിലേറ്റഡോ ആയിട്ടുള്ള വീഡിയോ ഒന്നല്ല. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ പുതിയ ലെൻസ് മേടിച്ചു. 50mm പ്രൈം ലെൻസ്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒരുപാട് യൂട്യൂബിലുണ്ട്. പക്ഷേ ഇത് നമ്മൾ അൺബോക്സിങ് മാത്രമല്ല ചെയ്യുന്നത്. നമുക്ക് ഓർഡിനറി ആയിട്ടൊരു ക്യാമറ വാങ്ങുമ്പോൾ കിട്ടുന്ന ലെൻസ്, കിറ്റ് ലെൻസ്, അതായത് 18 to 55mm കിറ്റ് ലെൻസ്, ഈ രണ്ട് ലെൻസും തമ്മിലുള്ള ഡിഫറൻസസ് നമ്മളിതിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. വീഡിയോസ് ആൻഡ് ഫോട്ടോ ഫുട്ടേജസ് നമ്മളിതിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടുള്ള ഗുണം മീൻസ് നിങ്ങൾ ഇൻ ഫ്യൂച്ചർ നിങ്ങളൊരു ക്യാമറ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നല്ല നല്ല ഫോട്ടോഗ്രാഫ്സ് എടുക്കാനും നല്ല നല്ല വീഡിയോ ഫുട്ടേജസ് കിട്ടാൻ വേണ്ടിയിട്ടും ഈ ലെൻസ് നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെടും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അധികം വൈകാതെ ലെറ്റ്സ് റോൾ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം 50mm ലെൻസിനെ കുറിച്ച് പറയാം. ഇതൊരു പ്രൈം ലെൻസ് ആണ്. 50mm ബ്ലോക്ക് ലെൻസ് എന്നും പറയും. അതുകൊണ്ട് തന്നെ ഇത് സൂം ചെയ്യാനോ സൂം കുറയ്ക്കാനോ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഓൺലൈൻ വില എന്ന് പറയുന്നത് 8200 ആണ്, അതായത് 8200 റുപ്പീസ് ആണ്. പിന്നെ ഇതിൻ്റെ മിനിമം ആപ്പറേച്ചർ വാല്യൂ എന്ന് പറയുന്നത് f1.8 ആണ്. അതുകൊണ്ട് തന്നെ ഇത് നൈറ്റ് വിഷനിൽ, അതായത് ലോ ലൈറ്റ് ഫുട്ടേജിൽ ഫോട്ടോ എടുക്കാനായിട്ട് ബെറ്റർ ആയിരിക്കും. ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ സ്റ്റെബിലൈസേഷൻ സ്വിച്ച് ഇല്ല. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുമ്പോൾ ഷെയ്ക്ക് ആയാൽ ഒരു പക്ഷേ വീഡിയോ ഫുട്ടേജിൽ അത് കാണിക്കുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ ബാക്ക് പോർഷനിലേക്ക് വരുന്ന സമയത്ത് സ്റ്റീൽ മെറ്റീരിയൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിൽഡ് ക്വാളിറ്റി വളരെയധികം ഉണ്ട്. ഇനി നമുക്ക് കിറ്റ് ലെൻസ് പരിചയപ്പെടാം. സാധാരണയായി ബിഗിനറായ എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും ഉപയോഗിക്കുന്ന ഒരു ലെൻസാണിത്. ഈ ലെൻസ് നമുക്ക് സൂം ചെയ്യാനും സൂം കുറയ്ക്കാനും സാധിക്കുന്നതാണ്. ഇതിൻ്റെ മിനിമം അപ്പറേച്ചർ എന്ന് പറയുന്നത് f4ഉം മാക്സിമം അപ്പറേച്ചർ എന്ന് പറയുന്നത് f5.6ഉമാണ്. ഈ ലെൻസിന് സ്റ്റെബിലൈസേഷൻ ഉള്ളത് കൊണ്ട് വീഡിയോ ഷേക്കിംഗ് ഒരു പരിധി വരെ ഇത് നിയന്ത്രിക്കും. ലെറ്റ്സ് സീ ദ ഫുട്ടേജസ്. ഈ വീഡിയോ ഫുട്ടേജ് കിറ്റ് ലെൻസിൽ 50mm സൂമിങ്ങിൽ ISO 600, ഷട്ടർ സ്പീഡ് 120, അപ്പറേച്ചർ f5ൽ എടുത്ത വീഡിയോ ആണ്. ദെൻ ഈ വീഡിയോ 50mm പ്രൈം ലെൻസിൽ ISO 100, ഷട്ടർ സ്പീഡ് 120, f1.8ൽ എടുത്ത വീഡിയോ ആണ്. അതായത് സെയിം ഷട്ടർ സ്പീഡ് ആൻഡ് ഡിഫറെൻറ്റ് അപ്പറേച്ചർ ആൻഡ് ISO. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ വീഡിയോയിൽ ചെറിയ ISOയിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വീഡിയോ കിട്ടുന്നുണ്ട്. തന്നെയുമല്ല ബാക്ക്ഗ്രൗണ്ട് നല്ല ബ്ലറായിട്ട് നല്ലൊരു ഡെപ്ത് ഓഫ് ഫീൽഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ പ്രൈം ലെൻസ് ഈസ് ദ ബെസ്റ്റ് ലെൻസ്. ഹിയർ ഈസ് ദ ഫോട്ടോ ഫുട്ടേജസ്. ഒന്നാമത്തെ പിക്ചർ പ്രൈം ലെൻസിൽ എടുത്തതാണ്, രണ്ടാമത്തെ പിക്ചർ കിറ്റ് ലെൻസിൽ എടുത്തതാണ്. സെയിം ഷട്ടർ സ്പീഡ് ആൻഡ് ഡിഫറെൻറ്റ് ISO ആൻഡ് അപ്പറേച്ചർ. പക്ഷേ ഒന്നാമത്തെ ഫോട്ടോ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് നല്ലപോലെ ബ്ലറായിട്ട് നല്ലൊരു ഭംഗിയുള്ള പിക്ചർ നമുക്ക് അവിടെ കിട്ടുന്നു. ഇനി നമുക്ക് സെയിം ISO ആൻഡ് ഷട്ടർ സ്പീഡ് ആൻഡ് ഡിഫറെൻറ്റ് അപ്പറേച്ചർ മോഡിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഒന്നാമത്തെ പിക്ചർ നിങ്ങൾക്ക് കാണാം, വളരെ ഡാർക്ക് ആയിട്ടുള്ള പിക്ചറാണ്. ആൻഡ് സെയിം ISOയിൽ 50mm പ്രൈം ലെൻസിലെടുത്ത വീഡിയോ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് തോന്നും. സോ നൈറ്റ് ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും ബെസ്റ്റ് ലെൻസ് എന്ന് വേണമെങ്കിൽ പ്രൈം ലെൻസിനെ നമുക്ക് വിളിക്കാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് ലെൻസിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇതിൻ്റെ 50mm പ്രൈം ലെൻസിൻ്റെ ഒരു സിനിമാറ്റിക് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ അപ്ലോഡിംഗ് ആണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആൻഡ് അതിലെ ആ വീഡിയോയിലെ എല്ലാ ഷോട്ടുകളും ഞാൻ ഈ ലെൻസ് വെച്ച് മാത്രം എടുത്തതാണ്. എൻ്റെ ക്യാമറ 200D ആണ്, അതിൽ വെച്ച് എടുത്താണ്. അതിലൊരു ഷോട്ട് പോലും ഞാൻ വേറൊരു വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ തന്നെ എടുത്തതാണ്. ഏതാണ്ട് ഒരാഴ്ചയോളം ഞാൻ ടൈം എടുത്ത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചെടുത്ത വീഡിയോ ആണ്. പിന്നെ ഇതിൻ്റെ എഡിറ്റിങ്ങോ കളർ ഗ്രേഡിങ്ങോ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യണ്ട. നിങ്ങൾ ഫുട്ടേജ് വിഷ്വലൈസ് ചെയ്യുക, അതിനെ എൻജോയ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മേടിക്കണോ അല്ലെങ്കിൽ എന്താണ് ഈ ലെൻസിൻ്റെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റിൽ എഴുതിക്കോ. ആൻഡ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഫ്ലിപ്പിൻ്റെ വീഡിയോ ഒക്കെ ഉടനെ വരുന്നതാണ്. നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ബീച്ചിൽ പോയി പ്രാക്ടീസ് ചെയ്യണമെന്ന് കുറേ ആയി വിചാരിക്കുന്നു. പിന്നെ വീഡിയോസൊക്കെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നതാണ്. So, see you on the next video. Bye bye.